കിട്ടിയിട്ടുണ്ട്. എത്രയായപ്പോൾ? 10 ഉണ്ട്. 10. മറ്റേ 2 കൊടുത്തതിനോട് ചോദിച്ചു, നിങ്ങൾ അതെ 2 അല്ലേ അങ്ങ് തന്നത്? ഈ 2 കൊണ്ട് ഞാൻ എന്നെ കഴിയാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഞാൻ ബിസിനസ് ചെയ്തു. ഞാൻ 2ഉം കൂടെ നേടി. 2 പവൻ തന്നു, 2 പവനും കൂടെ ഞാൻ നേടി. 1 പവൻ 10 രൂപ, 25,000 രൂപ. 2 പവൻ എത്രയാണ്? 50,000 രൂപ. അപ്പോ 4 പവൻ നേടി. അപ്പൊ എത്ര വന്നു? 1,00,000 രൂപ. 5 പവനാകുമ്പോ എത്ര വരും? എത്ര ലക്ഷം രൂപ വരും? എത്ര വരും? 1,4 ലക്ഷം രൂപ. 1,4ന്റെ കൂടെ 1,4 കുട്ടിയപ്പോ എത്ര കിട്ടി? 2.5 ലക്ഷം രൂപ. ഇവനെന്ത് ചെയ്തു? ഇവന് ഞാൻ 1 പവനാ കൊടുത്തത്. അവൻ അന്നേരം തൊട്ട് കുത്താ. അങ്ങേര് തന്ന് വലിയ അവൻ മറ്റവൻ 20, അവൻ 5 കൊടുത്തു, മറ്റവന് എത്ര കൊടുത്തു? 2 കൊടുത്തു. എന്ത് തന്നതാ? എന്ത് ചെയ്തു? എടുത്തു, മറ്റേ ഏറ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അത് അവളോട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂലയ്ക്ക് കുഴിച്ചങ്ങിട്ടു. അടുത്ത ഫെബ്രുവരി 2nd സാറ്റർഡേ വന്നപ്പോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, യജമാനെ നീ എനിക്ക് 5 പവൻ തന്നു, ഞാൻ 5 കൂടെ നേടി. എത്ര ആയപ്പോൾ? 10. യജമാനെ നീ എനിക്ക് 2 തന്നു, 2 കൂടെ നേടി. മറ്റവരെന്താ പറഞ്ഞത്? ഞാനിത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഇതങ്ങ് പിടിച്ചു. ഉടൻ തന്നെ യജമാന്റെ ദേഷ്യം വന്നിട്ട് അവന്റെ കയ്യിൽ നിന്നൂടെ മേടിച്ചിട്ട് ആർക്ക് കൊടുത്തു? ഇതാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവന് ധനം കയറുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എന്താണ് കാരണം? നിനക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ശക്തിയും കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് വളർത്താൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? നീ ശ്രമിക്കണം. മറ്റവൻ എന്തായാലും ചെയ്യേണ്ടത്? ആ 1 കൊണ്ട് ബിസിനസ് ചെയ്തവൻ എത്ര ആക്കണമായിരുന്നു? 2 ആക്കണമായിരുന്നു. അടുത്ത വർഷം ആ 2 വീണ്ടും മൾട്ടിപ്ലൈ എത്രയാകും? 4 ആകും. അതിന്റെ അടുത്ത വർഷം 4 വീണ്ടും മൾട്ടിപ്ലൈ എത്ര ആകും? 8 ആകും. 8 വീണ്ടും മൾട്ടിപ്ലൈ എത്ര ആകും? 16 ആകും. എന്റെ അമ്മയും അപ്പനും കൂടി മുതുകുളത്ത് താമസിക്കാൻ തുടങ്ങിയത് 8 സെന്റ് ഭൂമിയിലാണ്. എന്റെ അപ്പൻ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും 7 മക്കൾക്കും കൂടെ വീതിച്ചു തരത്തക്കവണ്ണം ഏതാണ്ട് 50 സെന്റ് ഒരാൾക്ക് കൊടുക്കത്തക്കവണ്ണമുള്ള സ്വത്തപ്പനുണ്ടായിരുന്നു. 8 സെന്റിൽ ജീവിച്ചു തുടങ്ങിയ ഒരു മനുഷ്യൻ പുരുഷായുസ് കൊണ്ട് 7 മക്കൾക്കും 50 സെന്റ് വെച്ച് വീതിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള സ്വത്ത് അദ്ദേഹം നേടി. പെൺമക്കളെ കെട്ടിച്ചു. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു. എന്റെ അപ്പൻ ഏത് ഗണത്തിൽ വരും? 5 5 + 5 10. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് പഠിപ്പിക്കുന്നിടമാണ് നമ്മുടെ പള്ളികൾ. ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയോടുകൂടി സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേരെന്താ? പള്ളിക്കൂടം. മനസ്സിലായോ? ഇത് പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിന്റെ പേരാണെന്ന് പറയുന്നത് പള്ളിക്കൂടം. ഇത് പഠിച്ചിട്ട് നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവരെ വെച്ച് നമ്മൾ ഇനി പേഴ്സണാലിറ്റി തിരിക്കാൻ പോവുകയാണ്. ഇയാൾക്ക് നമ്മൾ ഇ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇയാൾക്ക് നമ്മൾ എ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇയാൾക്ക് നമ്മൾ എൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും.